പ്രൈസ് ദി ലോർഡ്. 2025 ആണ്ടിൻ്റെ അവസാന പ്രഭാതം പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. വർഷത്തിൻ്റെ 365 ദിവസവും പ്രഭാതത്തിൽ ദൈവം തരുന്ന കൃപയ്ക്കും താൻ തരുന്ന ആലോചനയ്ക്കും ആത്മാവിൻ്റെ നടത്തിപ്പിനും അനുസരിച്ച് ചെറു സന്ദേശങ്ങൾ പ്രഭാത സന്ദേശമായി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആയിരക്കണക്കിന് ജനങ്ങൾ അത് കേൾക്കുന്നു. അനേകർ തിരിച്ചു വിളിക്കാറുണ്ട്. ജീവിതത്തിൽ ഇതുവരെയും കണ്ടിട്ടില്ലാത്തവർ തമ്മിൽ, അനേക ദൈവദാസന്മാർ തമ്മിൽ പരിചയപ്പെടുവാനും തമ്മിൽ ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്ന സന്തോഷങ്ങളെയും കൃപകളെയും കുറിച്ച് ആശ്വസിക്കുവാനും കേൾക്കുവാനും ഒക്കെ ദൈവം അവസരം തന്നു. അനേക രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ കർത്താവ് അവസരം തന്നു. അനേകരെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ അവസരം തന്നു. ദുഃഖിച്ചും ഭാരപ്പെട്ടും തകർന്നുമിരിക്കുന്ന ജീവിതങ്ങളെ കർത്താവിൽ സ്ഥിരപ്പെടുത്തുവാൻ അവസരങ്ങൾ തന്നു. എന്തുകൊണ്ടും ഈ ശുശ്രൂഷയിൽ ഉടനീളം കർത്താവിൻ്റെ കൃപ കൂടെ ഇരുന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നോക്കൂ, ഈ വർഷത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ഉള്ളതായ എല്ലാ മെസ്സേജുകളിലും വെച്ച് ഏറ്റവും കൂടുതൽ ജനങ്ങൾ കാണുവാനും കേൾക്കുവാനും ഗ്രഹിക്കുവാനും പിന്നെയും കേൾക്കുവാനും അറിയുവാനും ആഗ്രഹിച്ച ഒരു വിഷയം എൻ്റെ കൃപ നിനക്ക് മതി എന്നൊരു വിഷയമായിരുന്നു. അപ്പോസ്തലനായ പൗലോസ് ദൈവത്തിൽ നിന്ന് നേരിട്ട് കേട്ട ഒരു ശബ്ദ വാചകമാണ് എൻ്റെ കൃപ നിനക്ക് മതി. അങ്ങനെ ദൈവം പൗലോസിനോട് പറയാൻ ഒരു കാരണമുണ്ട്. എന്തിനെക്കുറിച്ചോ ദൈവത്തോട് പല പ്രാവശ്യം പൗലോസ് ഒരു കാര്യത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിച്ചു. ഒരു ദിവസം പൗലോസിനോട് പറയുകയാണ്, എൻ്റെ കൃപ നിനക്ക് മതി. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ താൻ ആഗ്രഹിച്ചതെല്ലാം കിട്ടിയില്ല എന്നുള്ള ഒരു സന്ദേശമാണ്. എങ്കിലും ആഗ്രഹിച്ചതെല്ലാം നിനക്ക് കിട്ടിയിരുന്നെങ്കിൽ അത് മതിയാകാതെ വന്നേനെ. എന്നാൽ നിനക്ക് മതിയാകുന്ന ഒരു കാര്യത്തെ കൊണ്ട് നിന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നൊരു സന്ദേശമാണ് ദൈവം പൗലോസിന് കൊടുത്തത്. അത് മറ്റൊന്നുമല്ല, എൻ്റെ കൃപ അത് മതി. ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ അത് സകല ഇല്ലായ്മകളെയും സകല രോഗങ്ങളെയും വേദനകളെയും ഏത് വലിയ മാനസിക പ്രശ്നങ്ങളെയും ഏതെല്ലാം നഷ്ടങ്ങളെയും ഏതെല്ലാം പ്രശ്നങ്ങളെയും അതിജീവിക്കുവാൻ നമ്മെ ധൈര്യപ്പെടുത്തുന്ന, ബലപ്പെടുത്തുന്ന, നമ്മെ വളർത്തുന്ന, താങ്ങുന്ന, മറ്റാരും അറിയാതെ തന്നെ നമുക്ക് കൈത്താങ്ങ് തരുന്നതായ വലിയൊരു മഹത്തായ അനുഭവമാണ്. ഈ വരും കാലങ്ങളിലും ദൈവത്തിൻ്റെ കൃപ നമുക്ക് ധാരാളമായി ദൈവം പകർന്നു തരുമാറാകട്ടെ. നമ്മൾ ചോദിക്കുന്നതെല്ലാം ദൈവം തന്നാൽ അതിൽ പല പോരായ്മകളും നമ്മൾ കണ്ടുപിടിക്കും. അതിലൊത്തിരി കുറവുകൾ ചിലപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനും ദൈവത്തോട് പറയുവാനും ഒക്കെ കാണുമായിരിക്കും. പക്ഷേ കൃപ എന്ന് പറയുന്ന ഒരു വിഷയം നമുക്ക് തരുമ്പോൾ അത് മതിയെന്ന് ദൈവം നമ്മെ വീണ്ടും ധൈര്യപ്പെടുത്തുകയും കൂടെ ചെയ്യുമ്പോൾ അതിലെല്ലാം ഉണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്നതായ ഒരു വചനം ഞാൻ പ്രതീക്ഷിച്ചതിലും വിഭിന്നമായ ഒരു വചനമാണ്. അതിനൊരു ഉദ്ദേശം കാണുമായിരിക്കാം. നിങ്ങളുടെ ശ്രദ്ധയെ ആ വചനത്തിലേക്ക് ഞാൻ ക്ഷണിക്കട്ടെ. എസ്തേറിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. പിന്നെ ഹാമാൻ അഹശ്വേരോശ് രാജാവിനോട്, നിന്റെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലുമുള്ള ജാതികളുടെ ഇടയിൽ ഒരു ജാതി ചിന്നിച്ചിതറിക്കിടക്കുന്നു. അവരുടെ ന്യായപ്രമാണങ്ങൾ മറ്റുള്ള സകല ജാതികളേതിനോടും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അവർ രാജാവിൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കുന്നതുമില്ല. അതുകൊണ്ട് അവരെ അങ്ങനെ വിടുന്നത് രാജാവിന് ഉചിതം അല്ല. ഒരു പ്രമാണം, വ്യത്യസ്തമായ ഒരു പ്രമാണമുള്ള ജാതിയെ ഹാമാൻ കണ്ടു. ഒരു വിശേഷപ്പെട്ട ജാതിയാണ്. മറ്റുള്ള ജാതികളുമായിട്ട് അവർക്ക് തത്തുല്യപ്പെടുത്തുവാൻ ഒന്നുമില്ല. മറ്റുള്ള ജാതികൾക്കെല്ലാം ഏതെങ്കിലും ഒരു വിഷയത്തിൽ അവർക്ക് തമ്മിൽ ഒരു അഭിപ്രായ യോഗ്യത കാണും. സംസാരത്തിൽ, ഭാഷയിലൊക്കെ ഒരൈക്യം കാണും. സ്വഭാവത്തിലും എല്ലാ കാര്യങ്ങളിലും അവർക്ക് ചില ആചാരങ്ങളിൽ പോലും അവർക്കൊക്കെ തമ്മിൽ ഒരു യോഗ്യതയുണ്ട്. എന്നാൽ ഹാമാൻ കാണുന്നത് ഒരു വിശേഷപ്പെട്ട ജാതിയെ. ആ ജാതിയുടെ പ്രമാണം മറ്റുള്ള ജാതികളുടെ പ്രമാണത്തെക്കാൾ വ്യത്യസ്തം. ആ ജാതികളുടെ ദൈവം മറ്റുള്ള ജാതികളിലെ ദൈവത്തെക്കാൾ വ്യത്യാസമായ ദൈവം. ആരാധന വ്യത്യാസം, പ്രമാണം വ്യത്യാസം, സ്വഭാവം വ്യത്യാസം, ഇടപഴകൽ വ്യത്യാസം, എല്ലാം കൊണ്ടും അവർ വ്യത്യസ്തരാണ്. പക്ഷെങ്കിൽ ഒരു കാര്യം ഹാമാൻ എടുത്ത് രാജാവിനോട് പറയുന്നുണ്ട്. എന്താണെന്ന് അറിയാമോ?
സകല സംസ്ഥാനങ്ങളിലും ഇങ്ങനെ വിശേഷപ്പെട്ട ഒരു ജാതി നമ്മുടെ രാജ്യത്തുണ്ടെങ്കിലും അവർ ചിന്നിച്ചിതറിക്കിടക്കുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ആത്മാവി ഈ പ്രഭാതത്തിൽ നമ്മുടെ ഹൃദയങ്ങളിൽ ആഴ്ന്നിറങ്ങുവാൻ തക്കവണ്ണം ദൈവം തന്ന ആലോചനയാണ്. എല്ലാം ഉണ്ടെങ്കിലും ചിതറിക്കിടക്കുന്ന, സാധാരണ ചിതറലല്ല, ചിന്നിച്ചിതറിക്കിടക്കുന്ന ഒരനുഭവമുള്ള ജാതി. ദൈവം ചിന്നിച്ചിതറിയവരെ ഒന്നാക്കി ചേർക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ചില വ്യക്തി ജീവിതങ്ങളോട് ദൈവത്തിന് സംസാരിക്കുവാനുണ്ട്. നിനക്കെല്ലാം ഉണ്ടെങ്കിലും, അനുഭവങ്ങളുണ്ടെങ്കിലും, പ്രമാണമുണ്ടെങ്കിലും, ആരാധനയുണ്ടെങ്കിലും, എല്ലാ സന്തോഷങ്ങളും നിനക്കുണ്ടെങ്കിലും ചിന്നിച്ചിതറിക്കിടക്കുന്ന ഒരു അനുഭവം. പ്രൈസ് ദി ലോർഡ്. ഈ വർഷത്തിൻ്റെ അവസാനം പുതുവർഷത്തിൽ ചിന്നിച്ചിതറിയെടുത്തുന്ന ഒരു കൂട്ടായ്മ, ഒരു ഒത്തുചേരൽ, ഒരഭിപ്രായം, ഒറ്റ ഒരു ചിന്താഗതി, ഒരു മനസ്സിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരണം. കാരണം ആപത്ത് നിന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുവാൻ പോകുകയാണ്. ശത്രു നിന്നെ കാണുന്നത് ചിന്നിച്ചിതറിയവരായിട്ടാണ്. എല്ലാം ഉണ്ട്, വിശേഷതയുള്ളവരാണ്, കാര്യമൊക്കെ ശരിയാണ്. നിന്നെ ആക്രമിക്കുവാൻ നിഷ്പ്രയാസം അവർക്ക് സാധിക്കും. കാരണം നീ ഒരിടത്ത് കൂടിയിരിക്കുന്നവരല്ല. നീ ഒന്നിച്ചു ചേർന്ന് ശത്രുവിനോട് പൊരുതുവാൻ നിന്റെ ഹൃദയവും മനസ്സും ആത്മാവും ഒരുക്കപ്പെടാത്ത അനുഭവം. ഒരുപാട് അനുഭവങ്ങൾ പറയുവാനുണ്ട്. ദൈവം തരുന്ന നന്മകളെക്കുറിച്ചൊക്കെ എന്തെല്ലാം വാദോരാത സാക്ഷ്യങ്ങളുണ്ട്. പക്ഷെങ്കിൽ ആഴത്തിലേക്ക് കടക്കുമ്പോൾ ശത്രു നിന്നെ കാണുന്നത് ചിന്നിച്ചിതറിയവരായി. സംസ്ഥാനങ്ങളിലെല്ലാം നിങ്ങൾ പടർന്നു കിടക്കുന്ന, പക്ഷെങ്കിൽ ചിന്നിച്ചിതറിയവരാണ്. അങ്ങനെയുള്ള വാക്കാണ് ഹാമാൻ ഉപയോഗിച്ചത്. ചിന്നിച്ചിതറിയവർ. ഒരൈക്യവും താമസത്തിലൊന്നുമില്ല. എല്ലാം അവിടെ അല്പം ഇവിടെ അല്പം, ചട്ടത്തിന്മേൽ ചട്ടം, സൂത്രത്തിന്മേൽ സൂത്രം, ഇവിടെ അല്പം അവിടെ അല്പം എന്ന് യെശയ്യാ പ്രവചനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നത് പോലെ. ചട്ടങ്ങൾ ധാരാളമുണ്ട്, പക്ഷെങ്കിൽ ചട്ടങ്ങളുടെ പിന്നാലെ സൂത്രങ്ങളുമുണ്ട്. അല്പാൽപം അവിടെയും ഇവിടെയും എവിടെയും. എന്നാൽ ഈ പ്രമാണം നിന്റെ ഉള്ളിൽ നിൽക്കുന്നു എന്നുള്ളതായ ഒരു കാരണം കൊണ്ട് മറ്റുള്ള ജാതികളുമായിട്ട് ഇടകലരുന്നില്ല എന്നുള്ളൊരു വിശേഷത മാത്രമേ നിന്നെക്കുറിച്ച് പറയുവാനുള്ളൂ. പക്ഷെങ്കിൽ നിന്നെ ആക്രമിക്കുവാൻ ശത്രുവിന് നിഷ്പ്രയാസം സാധിക്കും. രാജാവിനോട് ഹാമാൻ പറയുകയാണ്, ഇതെല്ലാം ഉണ്ടെങ്കിലും ഈ ജാതിയെ അങ്ങനെ വിടുന്നത് രാജാവിന് ഉചിതമല്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ശത്രുവിൻ്റെ വാക്ക് ദൈവം ഉയരത്തിൽ നിന്ന് കേട്ടു. ആ രാത്രിയിൽ ചിന്നിച്ചെറിയ ജനങ്ങളെ ഒന്നിച്ചു ചേർക്കുവാൻ തക്കവണ്ണം സ്വർഗം മനസ്സ് വെച്ചപ്പോൾ രാജാവിൻ്റെ ഉറക്കം, പള്ളിമെത്തയിൽ ഉറക്കം നഷ്ടപ്പെട്ടവനായി, സ്വസ്ഥതയും സമാധാനമില്ലാതെ, സമാധാനത്തിന് വേണ്ടി, നല്ല ഉറക്കത്തിന് വേണ്ടി, നല്ല സന്തോഷത്തിന് വേണ്ടി, രുചികരമായ ഭക്ഷണം കഴിക്കുവാനുള്ള ഒരു ആരോഗ്യത്തിന് വേണ്ടി രാജാവ് നെട്ടോട്ടമോടുകയാണ്. എങ്ങനെയത് പ്രാപിക്കാൻ കഴിയും? എങ്ങനെയാണ് സമാധാനം പ്രാപിക്കാൻ കഴിയുന്നത്? വല്ല കാരണമുണ്ടോ? അതുമില്ല. എന്താണെന്നറിയാമോ? സർവശക്തനായ ദൈവം തൻ്റെ ജനങ്ങളെ ഒന്നിച്ചു ചേർക്കുവാൻ പദ്ധതിയിടുന്നു. അതിനുവേണ്ടി എന്താണ് ചെയ്തതെന്നറിയാമോ? അവിടെ വലിയൊരു അനർത്ഥത്തിൻ്റെ മുറവിളി, വലിയൊരു നാശത്തിൻ്റെ മുറവിളി, ഭയത്തിൻ്റെ നിഴലാട്ടം ആ ദേശത്ത് ചിന്നിച്ചിതറിക്കിടക്കുന്ന ജനങ്ങളിൽ മേൽ ദൈവം അയച്ചു. പ്രിയപ്പെട്ട ദൈവവൈതലേ, നിന്റെ മുൻപിൽ നീ കേൾക്കുന്നതായ ആ നിലവിളിയുടെ ശബ്ദം, ഒരു വലിയ ആപത്തിൻ്റെ ശബ്ദം, അനർത്ഥത്തിൻ്റെ ശബ്ദം നിനക്ക് കേൾക്കുവാൻ കഴിയുമെങ്കിൽ നീ ചിന്നിച്ചിതറിയ അനുഭവത്തിൽ നിന്ന് ഒത്തുചേരുവാനും ഒരുമനപ്പെട്ട് പ്രാർത്ഥിപ്പാനുമുള്ളതായ ഒരവസരം നിന്റെ ജീവിതത്തിൽ കണ്ടെത്തണം. ആദ്യമായി നമ്മുടെ ഹൃദയത്തിൽ അത് സംജാതമാകണം. നമ്മുടെ ഹൃദയമാണ് ഏറ്റവും വലിയ ആലയം. ദൈവം നമ്മുടെ ഹൃദയത്തെ നോക്കുന്നു, അതിനുശേഷം നമ്മുടെ ഭവനത്തെ നോക്കുന്നു, നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കുന്നു, നമ്മുടെ ഭാര്യയെ നോക്കുന്നു, ഭർത്താവിനെ നോക്കുന്നു, വീട്ടിലുള്ള ഐക്യതയെ നോക്കുന്നു, ദേശത്തുള്ള ഐക്യതയെ നോക്കുന്നു. ദൈവം അവിടെയെല്ലാം സന്ദേശങ്ങൾ അയക്കുകയാണ്. ശത്രു നിന്നെ ചിന്നിച്ചെതിറിയവരായി കാണുന്നു. കുടുംബത്തിൽ ഒരു മനസ്സിൻ്റെ ആത്മാവ് കടന്നു വരണം. ജീവിതത്തിൽ നിനക്കെല്ലാം സമ്പാദ്യം ദൈവം തന്നു, ഐശ്വര്യം തന്നു. ലോകത്തിൽ നിനക്ക് അനുഭവിക്കാവുന്ന എല്ലാ നന്മകളെ കൊണ്ടും ദൈവം നിനക്ക് സകല ശ്രേഷ്ഠതകളും നിനക്ക് തന്നു. പക്ഷെങ്കിൽ വീട്ടിലേക്ക് വരുമ്പോൾ ചിന്നിച്ചെതിറിയ വാക്കുകൾ, ചിന്നിച്ചെതിറിയ ആത്മാവ്, ചിന്നിച്ചെതിറിയ അഭിപ്രായം, കുഞ്ഞുങ്ങൾക്ക് ചിന്നിച്ചെതിറിയായ അഭിപ്രായവും സ്വാതന്ത്ര്യവും, മാതാപിതാക്കൾക്ക് ചിന്നിച്ചെതിറിയതായ ചില ക്രമങ്ങൾ അവരുടെ ജീവിതത്തിൽ അവരെ മുറുകെ പിടിക്കുന്നു. അല്ലെങ്കിൽ മറ്റുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ നോക്കിയാൽ എപ്പോഴും ഐക്യതയില്ലാത്ത
ഒരു ജീവിത പശ്ചാത്തലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് എടുത്ത് കാണിക്കുകയാണ്. എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? ഐക്യത്തിലേക്ക് കടന്നു വരുവാൻ. എവിടെ ഐക്യത്തിലേക്ക്? ഭവനത്തിൽ ഐക്യം ആദ്യം, നമ്മുടെ ജീവിതത്തിൽ ഐക്യം ആദ്യം. അങ്ങനെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഭവനത്തിലും കൊണ്ടുവരുന്നതായ ഐക്യം, ആ ചിന്ത, ആ മനോഭാവം, അതാ നമ്മൾ പോകുന്നിടത്തൊക്കെയും ഐക്യത്തിൻ്റെ ആത്മാവിനാൽ നമ്മെ വഴി നടത്തും. ഈ നാളുകളിൽ ആപത്ത് നമ്മുടെ മുൻപിൽ പതിയിരിക്കുകയാണ്. ശത്രു നമ്മെ കാണുന്നത് ചിതറപ്പെട്ടവരായിട്ടാണ്. സാധാരണ ചിതറലല്ല, ചിന്നിച്ചിതറി. എങ്ങനെയാണ് ചിന്നിച്ചിതറി വരിക എന്ന് പറഞ്ഞാൽ അഭിപ്രായ വ്യത്യാസം, വാക്കുകളിൽ വ്യത്യാസം, ആഗ്രഹങ്ങളിലുള്ള വ്യത്യാസം, ഭാവനകളിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ ആശയങ്ങളിലുള്ള വ്യത്യാസം, തമ്മിൽ യോജിക്കുന്നില്ല, തമ്മിൽ ഐക്യപ്പെടുന്നില്ല. എല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ലാത്തവരെ പോലെ, എല്ലാം കഴിക്കാൻ മേശപ്പുറത്തുണ്ടെങ്കിലും ഒന്നിനും ഒരു രുചിയില്ല. നല്ല കിടക്കയുണ്ട്, പക്ഷെങ്കിൽ ഉറക്കമില്ല. നല്ല അനുഭവങ്ങളുണ്ട്, പക്ഷെങ്കിൽ ഒരു സന്തോഷവുമില്ല. നല്ല ആരാധനയുണ്ട്, എന്നാൽ ആത്മാവിൻ്റെ നിറവുകളില്ല. എന്തുകൊണ്ട്? ചിന്നിച്ചിതറി കിടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാതയാമത്തിൽ, ഈ വർഷത്തിൻ്റെ അവസാനത്തിങ്കൽ ഒരു മനസ്സുള്ള പ്രാർത്ഥനയായി, ഒരു മനസ്സുള്ള ഐക്യമുള്ള ഭവനങ്ങളായി, കുഞ്ഞുങ്ങളായി, മാതാപിതാക്കളായി, ഭാര്യാഭർത്താക്കന്മാരായി ഒരു മനസ്സുള്ളത് ചിന്നിച്ചിതറിയവരല്ല. അവർ ഒരു മനസ്സുള്ളവരാണ്. ഒരു ശബ്ദം കേട്ടാൽ അവരെല്ലാം ഒന്നിച്ചുകൂടും. ഒരഭിപ്രായമാണ് അവർക്കിടയിൽ. അവർക്ക് തമ്മിൽ വ്യത്യാസമില്ല, അവർക്ക് തമ്മിൽ ഭാവനകളിൽ വ്യത്യാസമില്ല. ശത്രു ഭയപ്പെടുന്നതിനിടയായിത്തീരും. ശത്രുവിൻ്റെ ഭയപ്പാട് അത് വളരെയധികം കൂട്ടും. വരും കാലങ്ങളിൽ ശത്രു നമ്മെ കണ്ട് ഭയപ്പെടണം. ഇപ്പോൾ ശത്രുവിന് ചിന്തിക്കുന്നത് നമ്മെ വളരെ നിസ്സാരമായിട്ട് ഒതുക്കാൻ കഴിയും. രാജാവിനോട് ഹാമാൻ പറയാണ്, ഇവരെ ഇങ്ങനെ വിടുന്നത് ശരിയല്ല. നാം കേൾക്കാതെ നമ്മെക്കുറിച്ച് പറയുന്നത് അങ്ങനെയാണ്, നമ്മുടെ കുടുംബത്തെക്കുറിച്ച്, കുഞ്ഞുങ്ങളെക്കുറിച്ച് പറയുന്നത് അങ്ങനെയാണ്. ഇവരെ ഇങ്ങനെ വിടുന്നത് ശരിയല്ല. വ്യക്തിപരമായി ശത്രു നമ്മെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നത് അവനെ അങ്ങനെ വിടുന്നത്, അവളെ അങ്ങനെ വിടുന്നത് ശരിയല്ല. അപ്പോൾ രാജാവ് കേട്ടുകൊണ്ട് അത് ശരിയല്ല എന്ന് തനിക്കും ബോധ്യപ്പെട്ടും കൊണ്ട് അവരെ നശിപ്പിക്കുവാൻ ചില വാക്കുകളിന്മേൽ മുദ്രാമോദരം കൊണ്ട് അതിന് ഒപ്പുവയ്ക്കുന്നു. പക്ഷെങ്കിൽ സർവശക്തനായ ദൈവം, ജനത്തെ വീണ്ടെടുത്തവൻ, വീണ്ടെടുപ്പുകാരനായവൻ, തൻ്റെ സ്വന്തം ജനത്തെ, താൻ വില കൊടുത്ത് വാങ്ങിയതായ ജനത്തെ നശിപ്പിച്ച് കളയുവാൻ, ശത്രുവിൻ്റെ കയ്യിൽ കൊടുക്കുവാൻ ദൈവത്തിന് മനസ്സില്ലാതെ ഇതാ ജനങ്ങളുടെ ഇടയിൽ ഒരു മനസ്സുള്ളൊരു പ്രാർത്ഥന. എസ്തേറും മൊർദെഖായും ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുകയാണ്. ഉപവാസ പ്രാർത്ഥന ദേശത്ത് കരക്കുകയാണ്. അവിടെ ഇവിടെ ആയിട്ട് സന്ദേശങ്ങൾ അയച്ചു. എല്ലാവരും ഒരു മനസ്സോട് ദൈവത്തിന്റെ സന്നിധിയിൽ ഉപവാസം എടുക്കണം. എല്ലാ മൃഗങ്ങളും അവരുടെ മൃഗങ്ങൾ വരെ ഉപവസിക്കുകയാണ്. കാരണം എന്താണെന്നറിയാമോ? ഒരനർത്ഥം വരുന്നു, ഒരു നാശം വരുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ചിന്തിക്കൂ, നമ്മുടെ കുടുംബങ്ങളെക്കുറിച്ച് ചിന്തിക്കൂ, നമ്മുടെ ദേശത്തെക്കുറിച്ച് ചിന്തിക്കൂ. അനർത്ഥം അവരെ കാത്തിരിക്കുകയാണ്, ആപത്ത് അവരെ കാത്തിരിക്കുകയാണ്. ഒരു ദുഷ്ടലോകത്ത്, അല്ലെങ്കിൽ ഈ വക്രതയേറിയ ലോകത്ത് അവരറിയാത്ത ആപത്തുകൾ അവർക്ക് വേണ്ടി പദ്ധതി ഒരുക്കുന്നു. അതിൽ നിന്ന് വിടുതൽ കിട്ടുവാൻ ദൈവം വിവക്ഷിക്കുന്നത് നിന്നിൽ ഒരു മനസ്സുള്ളവരായി നാം ദൈവസന്നിധിയിൽ കാണപ്പെടണം. അതാണ് ദൈവത്തിന്റെ ആഗ്രഹം. ദൈവം അതിനു വേണ്ടിയാണ് ഈ സന്ദേശം നിങ്ങളുടെ മുൻപിൽ അയക്കുന്നത്. ദൈവം നിങ്ങൾക്ക് നല്ല നന്മകളെല്ലാം തന്നു, എത്ര അനുഗ്രഹങ്ങൾ തന്നു, ഏറ്റവും ജീവനും ഭക്തിക്കും ആവശ്യമായതെല്ലാം തന്നു. അനേക കാര്യങ്ങൾ നിനക്ക് ലഭിക്കാതിരിക്കുന്നുണ്ട്, നിനക്ക് പ്രാപിക്കാൻ കഴിയാതിരിക്കുന്നുണ്ട്. നീ ചോദിച്ചതും ആഗ്രഹിച്ചതുമെല്ലാം പലപ്പോഴും നിനക്ക് കിട്ടാതിരുന്നിട്ടുണ്ട്. പക്ഷെങ്കിൽ അതിനങ്ങേപ്പുറത്ത് ദൈവം നിനക്ക് ഒരു കാര്യം തന്നു, കൃപ. എൻ്റെ കൃപ നിനക്ക് മതി. ആ കൃപ നമ്മിൽ പകരപ്പെട്ടപ്പോൾ, ആ കൃപയെക്കുറിച്ചൊരു വെളിപ്പാട് നമുക്ക് കിട്ടിയപ്പോൾ, അത് സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനമായി നമ്മുടെ ഹൃദയത്തിൽ വാഴുവാൻ തുടങ്ങി, നമ്മുടെ ഭവനത്തിൽ വാഴുവാൻ തുടങ്ങി, നമ്മുടെ കുഞ്ഞുങ്ങളിൽ വാഴുവാൻ തുടങ്ങി. ഈ കൃപയാൽ നാം ഒരുമനപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ മുൻപിൽ ശത്രു കൊണ്ടുവരുന്ന അനർത്ഥങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുവാനുള്ള നാളുകളാണ് നമ്മുടെ മുൻപിൽ ഇനിയും അവശേഷിച്ചിരിക്കുന്നത്. നാം അറിയാതെ ശത്രു നമ്മെക്കുറിച്ച് പറയുന്നത് അവർ ചിന്നിച്ചിതറി കിടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ശത്രുവിന് മനസ്സിലാകണം, അവർ ചിന്നിച്ചിതറിയവരല്ല, അവർ ചിന്നിച്ചിതറി പോകേണ്ടവരല്ല. അവർ ചില സന്ദേശ ദൈവത്തിൽ നിന്നുള്ളതായ ഒരറിയിപ്പ് വരുന്നുണ്ട്. ദൈവത്തിൻ്റെ ആലോചനകൾ കേൾക്കുമ്പോൾ അവരിൽ ഒരു മനസ്സുണ്ടാകുന്നു എന്ന് ശത്രു തിരിച്ചറിയും. അപ്പോഴാണ് ശത്രുവിന് അങ്കലാപ്പ് തുടങ്ങുന്നത്. അവൻ്റെ ഭാര്യ അവനോട് പറഞ്ഞതായ ഒരു മറുപടി, നിന്റെ ശത്രുവായവർ അവനൊരു യഹൂദനാണെങ്കിൽ നീ അവരെ ജയിക്കുകയില്ല. കാരണം നീ വിചാരിക്കുന്നത് പോലെ അവർ ചിന്നിച്ചിതറിയവരല്ല. നിന്റെ നോട്ടത്തിൽ ചിന്നിച്ചിതറിയവരെ പോലെ അവർ കാണുന്നുണ്ട്. പക്ഷെങ്കിൽ ദൈവശബ്ദം കേൾക്കുമ്പോൾ, ദൈവത്തിൻ്റെ ആലോചനകൾ അവരുടെ മേൽ വരുമ്പോൾ, ദൈവം അവരോട് ഇടപെടുമ്പോൾ, ആത്മനിയോഗത്താൽ ചില കാര്യങ്ങൾ അവരുടെ ഇടയിൽ സംഭവിക്കുമ്പോൾ
അവർ ഒരുമനപ്പെടുന്ന കാഴ്ച നിനക്ക് കാണുവാൻ കഴിയും. ഒരു യഹൂദനാണെങ്കിൽ നീ അവനെ ജയിക്കില്ല. പ്രിയ, ഒരു മനസ്സപ്പെട്ട അനുഭവം ഈ വരും കാലങ്ങളിൽ, വരും വർഷത്തിൽ കർത്താവ് നമുക്ക് തെരുമാറാകട്ടെ. ശത്രു തോൽക്കുവാൻ, ശത്രുവിൻ്റെ നമ്മെക്കുറിച്ചുള്ളതായ സംസാരം മാറ്റി എഴുതുവാൻ ദൈവത്തിൻ്റെ കൃപ നിന്നോടുകൂടെയുണ്ട്. ദൈവം സംസാരിക്കുന്നു, എൻ്റെ കൃപ നിനക്ക് മതി. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു.